കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു വളരെ വിശദമായി സംസാരിച്ച ഉപമകളെക്കുറിച്ച് നമുക്ക് ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവരാജ്യം എന്താണെന്നും ദൈവരാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഭാവിയിൽ ദൈവരാജ്യം എങ്ങനെയായിരിക്കും എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു. ഈ ദിവസങ്ങളിലെ വചനധ്യാനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ മറ്റൊരു വേദഭാഗത്തിലേക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 3 മുതലുള്ള ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവരോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം നടന്നതായ ഈ സംഭവം. നമുക്കറിയാവുന്നതുപോലെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തു അവരെ വിട്ടുപോയതിന് ശേഷം വളരെയധികം പ്രയാസത്തിൽ ജീവിക്കുന്ന ആളുകളായിട്ടാണ് നമുക്കവരെ കാണുവാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യം സംഭവിക്കുന്നത് തിബിരിയാസ് കടൽക്കരയിലാണ്. അതായത് ഗലീല കടലിൻ്റെ മറ്റൊരു പേരാണ് തിബിരിയാസ് എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു മുമ്പ് തന്നെ താൻ ഗലീലയിലേക്ക് പോകുമെന്ന് പ്രവചനമായി ഈ ശിഷ്യന്മാരോട് യേശു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ വിയോഗത്തിന് ശേഷം പലപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം അവർ അനുഭവിക്കാത്തതായ ദിവസങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ യേശു അവരെ വിളിക്കുമ്പോൾ അവർ പടകും വലയും വിട്ടാണ് യേശുവിനെ അനുഗമിച്ചത്. അവരുടെ വരുമാന മാർഗങ്ങളെ അവർ ഉപേക്ഷിച്ചിരുന്നു. ഈ യേശുവിൽ അവർ വിശ്വാസമർപ്പിച്ചുകൊണ്ട് യേശുവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ചില വർഷങ്ങളാണ് അവരുടെ മുമ്പിൽ കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ യേശു ഇല്ലാതിരിക്കുന്നതായൊരു സന്ദർഭം, പലപ്പോഴും ദൃശ്യമായി യേശുവിനെ കാണാതിരിക്കുന്നതായ സന്ദർഭം. ഇതിനു മുമ്പ് 3 പ്രാവശ്യം യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഏതാണ്ട് 7 ശിഷ്യന്മാർ പത്രോസിനോടുകൂടി ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പത്രോസ് മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരും ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു. അതായത് അവരുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടിയതായിട്ടുള്ള വരുമാന മാർഗം ഇല്ലാത്തതായ ഒരവസ്ഥയാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും ജോലി ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്നില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് പോലും കൂടാരപ്പണി ചെയ്തുകൊണ്ട് രാവും പകലും അധ്വാനിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ വേല ചെയ്തത്. എന്ന് മാത്രമല്ല, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ ശിഷ്യന്മാരായ ആളുകൾ അവർ അന്ന് രാത്രി മുഴുവനും വല വീശി നോക്കിയിട്ടും ഒരു മീനെ പോലും ലഭിച്ചില്ല. പ്രഭാതത്തിൽ യേശു അവരുടെ മുമ്പിൽ കടന്നു വന്നു. പക്ഷേ യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. ഒരു പക്ഷേ യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞതിന് കാരണം പ്രഭാതത്തിലെ മൂടൽമഞ്ഞായിരിക്കാം. അല്ല, പലപ്പോഴും തന്നെ ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കാതിരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സന്ദർഭമായിരിക്കാം ഇതെന്ന് വേദ ചിന്തകന്മാർ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ഇവർക്ക് യേശുവിനെ മനസ്സിലായില്ല. അപ്പോൾ യേശു ഇവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ആ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആരെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്? നമ്മെ ആശ്രയിച്ച് നിൽക്കുന്നവരെ നമ്മൾ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നു. വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത ആളുകളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നു. കൂടുതൽ അറിവില്ലാത്ത ആളുകളെ നമ്മൾ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അപ്പോഴും കാണുന്നത് ശിശുക്കളായിട്ടാണ്, കുഞ്ഞുങ്ങളായിട്ടാണ്. ഒരു വാത്സല്യത്തോടുകൂടി യേശു വരെ വിളിക്കുക എന്ന് മാത്രമല്ല, യേശു അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ഒരിക്കലും നമ്മളിൽ നിന്ന് മാറി നടക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അവൻ കടന്നു വരുവാൻ കഴിവുള്ളവനാണ്. കേവലം കടന്നു വരിക മാത്രമല്ല, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിവുള്ളതായ ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു സംഭവം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് പറയാൻ തന്നെ കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും യേശു നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വരും എന്നുള്ളതായ
സന്ദേശം നിങ്ങളോട് പറയുവാനാണ്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിന് എൻ്റെ അവസ്ഥ കാണുവാൻ കഴിയത്തില്ല എന്നുള്ളത്. അങ്ങനെയല്ല. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും അവൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും. യേശു ഇവിടെ ചോദിച്ചതായ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. യേശു ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചതെന്നാണ് നമുക്ക് മറ്റു ഭാഷാന്തരങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഔപചാരികമായ ചോദ്യം പോലെ നമുക്ക് തോന്നുമായിരിക്കാം. കാരണം അന്ന് പലസ്തീനിലുള്ള ഈ ജോലിക്കാരായ ആളുകൾ തങ്ങളുടെ സഹപ്രവർത്തകരെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, വല്ലതും കഴിച്ചോ? നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ, വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കാറുണ്ട്. ഇവർ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. നമ്മുടെ ഇടയ്ക്കിൽ സാധാരണ ആളുകൾ ചോദിക്കുക, വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചാൽ യെസ് കഴിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നമുക്കിഷ്ടമല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ ഈ ശിഷ്യന്മാർ വളരെയധികം നിരാശയോടുകൂടെ, വളരെയധികം നിസ്സഹായതയോടുകൂടെ പറയുന്നു, ഇല്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല, ഒരു മീനെ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ആത്യന്തികമായ പ്രശ്നമായി ഇവിടെ നിൽക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു ഇവരോട് പറയുന്നു, നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. അതേ, പടകിൻ്റെ വലത് ഭാഗത്ത് വല വീശുക. പടകിൻ്റെ വലത്തോ ഇടത്തോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. പടകിൻ്റെ വലത്തു ഭാഗത്ത് എന്ന് യേശു പറയുന്നത് മീൻ ഉള്ളതായ ഒരു സ്ഥാനമാണ്. യേശു അവർക്ക് വേണ്ടി കരുതിയതായ ഒരു സ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ നടുവിൽ പോലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിധമുണ്ട്. അത് ദൈവത്തിൻ്റെ മാത്രം കരുതലാണ്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളെ ദൈവം സഹായിക്കും. പക്ഷേ നാം എന്ത് ചെയ്യണം? ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ശിഷ്യന്മാർ അവരുടെ പടകിലും വരയിലും അതുപോലെ കടലിലും ആശ്രയിച്ച സന്ദർഭത്തിൽ അവരുടെ ആശ്രയത്തെ വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വയ്ക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് അവരിവിടെ കടന്നു വരികയാണ്. അതിൻ്റെ അർത്ഥം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവനിൽ തന്നെ ആശ്രയിക്കണം. നമ്മുടെ മുഴുവൻ ആശ്രയം നാം അവനിൽ വയ്ക്കണം. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിൽ പോലും, നമ്മുടെ വേദനകളുടെ നടുവിലാണെങ്കിൽ പോലും അവനെ പൂർണ്ണമായും നാം ആശ്രയിക്കണം. അതുകൊണ്ടാണ് അവർ യേശുവിൽ ഇവിടെ ആശ്രയിക്കുക. യേശു പറയുന്നത് പോലെ അവർ ചെയ്യുക. പടകിൻ്റെ വലത് ഭാഗത്ത് വല വീശുക. എന്താ സംഭവിച്ചത്? ആ വല നിറച്ച് പെരുത്ത മീൻകൂട്ടത്തെ അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പല കാര്യങ്ങളും ഇവിടെ പറയാനുണ്ടെങ്കിലും ഞാൻ സമയത്തിന് ചുരുക്കം കൊണ്ട് ഇവിടെ നിർത്തുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും യേശു നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്തു വരും. അടുത്തത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമാണെങ്കിൽ പോലും അവന് നിങ്ങൾക്ക് ഉത്തരം തരാതിരിപ്പാൻ കഴിയാത്തതായ ഒരു കർത്താവല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഉത്തരം നൽകുന്നതായ ദൈവമാണ്. അതേ, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തതായ ദൈവമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ആശ്രയം പൂർണ്ണമായും കർത്താവ് യേശു ക്രിസ്തുവിൽ വയ്ക്കുവാൻ കഴിയുമാറാകട്ടെ. അതെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലേക്കും യേശു കടന്നു വരുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും ഞങ്ങൾ പതറിപ്പോകുന്നതായ അനുഭവങ്ങളുണ്ട്. പരാജയം നേരിടുമ്പോൾ മറ്റുള്ളവരോട് പോലും പറയാൻ കഴിയാതെ ഒതുക്കി ജീവിതത്തിൽ വയ്ക്കുന്നതായ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഞങ്ങളെന്നറിയുന്നു, കർത്താവിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിച്ചാൽ ഞങ്ങളുടെ ഏത് സാഹചര്യത്തിലും ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നതെന്ന് ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയാലും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.